നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്. പ്രോണോളജിയെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു. ഈ പ്രോണോളജി എന്ന സയൻസ് സാധാരണക്കാരിലേക്ക് ഇന്നും എത്തിച്ചേർന്നിട്ടില്ല. കേരളക്കരയിലേക്ക് പ്രോണോളജിയുടെ നാമ്പിടാൻ എനിക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ഇത് കാണുന്ന നിങ്ങൾക്ക് സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രകൃതി ശക്തികളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, നിങ്ങൾ പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഡേറ്റോ വേറെ എന്തെങ്കിലും പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ചിലവഴിക്കണോ? എൻ്റെ സമയം വളരെ വിലയേറിയതാണ്. അല്ലെങ്കിൽ ഇനി വിലയേറിയതല്ലാന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി ആ 5 മിനിറ്റ് ചിലവഴിക്കുമ്പോൾ ഒരു നന്ദി ആ മറുപടി തരുമ്പോഴൊന്ന് പറഞ്ഞുകൂടെ? അതല്ലേ ഒരു നല്ല സംസ്കാരം? ന്യൂമറോളജിയുടെ ക്ലാസ്സിലൂടെ ഇത് പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും നന്ദി രേഖപ്പെടുത്തേണ്ട. ചോദ്യം ചോദിക്കുന്നവർക്ക് മറുപടി നൽകുമ്പോൾ നന്ദി രേഖപ്പെടുത്തണം. എങ്കിലേ പ്രകൃതി ശക്തി നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരുള്ളൂ. അല്ലാതെ പ്രാർത്ഥനയോ പൂജകളിലോ ഒന്നും കാര്യമില്ല. ഞാൻ എപ്പോഴും ഓർക്കും, എന്തേ ഇവർക്കൊരു നന്ദി പറയാൻ ഒരു കൂപ്പുകൈ വെച്ച പോരെ, ഒരു തംസപ്പ് വെച്ച പോരെ. അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ്സിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല. ഓരോ ആൾക്കാർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ടാകും. പക്ഷേ ക്ലാസ്സിൽ നമുക്ക് വേണ്ട. എനിക്കൊരു രാഷ്ട്രീയവുമില്ലെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നോ ഒരിക്കലൊരു ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വോട്ട് ചെയ്യാറില്ല. എൻ്റെ മക്കൾക്ക് 34 വയസ്സായി. മോനും ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് 29-30 ഉണ്ട്. ഇന്നവരെ വോട്ടേഴ്സ് ലിസ്റ്റ് പോലും ഇല്ല. രാഷ്ട്രീയമായിട്ട് അത്ര വലിയ പ്രബുദ്ധരല്ല. രാജ്യസ്നേഹമുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ രാഷ്ട്രീയമായിട്ട് അത്ര പ്രബുദ്ധരല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ നമുക്കിവിടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ടാണ് ക്ലാസ് അറിയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തെ പറ്റി ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു ചൂടേറിയ സബ്ജക്റ്റാണ്. സാധാരണ ആൾക്കാർ ഇങ്ങനെയുള്ള ചൂടേറിയ സബ്ജക്റ്റ് കിട്ടുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് വീർപ്പിച്ചുകൊണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയും. നമുക്കതല്ല, നിഷ്പക്ഷമായ രീതിയിലുള്ള അനലൈസാണ്. ആരെയും നമ്മൾ പഴിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും പഴിക്കുന്നില്ല, ആ പെൺകുട്ടി വന്ന പെൺകുട്ടിയും പഴിക്കുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? എവരി ഇവൻറ്റ് ഹാസ് എ കോസ് എന്ന് പലപ്പോഴും നമുക്കും അറിയാം. എന്ത് ഒരു കാര്യവും കാരണവും. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 17 എപ്പോഴും അപകടം പിടിച്ചതാണ്. ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളതാണ്. എപ്പോഴും അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ജനിച്ചത് 17-ാം തീയതിയാണെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ നമ്പർ 17 ആണെങ്കിൽ, ഫ്ലാറ്റ് നമ്പർ 17 ആണെങ്കിൽ, നിങ്ങൾ വീട്ടുപേരിൻ്റെ ടോട്ടൽ വാല്യൂ 17 ആണെങ്കിൽ, വീട്ടുപേരിൻ്റെ അക്ഷരങ്ങൾ 17 ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കും.